ദേശീയ ശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലേക്കാണ്. എന്ത് സംഭവിക്കും തമിഴക രാഷ്ട്രീയത്തിൽ? ടി.വി.കെ എന്ന പുതുമുഖ രാഷ്ട്രീയ കക്ഷിക്ക്, വിജയ്ക്ക്, സിനിമാ താരം വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ എങ്ങനെ വഴിയൊരുക്കും? കേവല ഭൂരിപക്ഷത്തിന് വഴി ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ടി.വി.കെ ആണ്. 108 അംഗങ്ങളുമായി നിൽക്കുന്നു. പക്ഷേ തമിഴകത്ത് കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ 118 അംഗങ്ങളുടെ പിന്തുണ വേണം. എങ്ങനെയാണ് അധികമായ ഈ 10 അക്കം തികയ്ക്കാൻ ടി.വി.കെക്ക് കഴിയുക? ആരുടെ പിന്തുണ തേടാൻ കഴിയും? ഇതാണ് സാഹചര്യം. എന്തായാലും ഇതിനുള്ള വഴികൾ തേടുകയാണ് ടി.വി.കെ എന്ന രാഷ്ട്രീയ കക്ഷി. വിജയ് സുപ്രധാനമായ കൂടിയാലോചനകൾ നടത്തുകയാണ്. എല്ലാ രംഗത്തു നിന്നും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പൊതുശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിലേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ സാധ്യതകൾ എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. തമിഴകത്തു നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് പുതിയ മുന്നണി രൂപീകരിക്കാൻ, പുതിയ സർക്കാർ രൂപീകരിക്കാൻ ടി.വി.കെ ഗവർണറോട് കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. മുന്നണി ഫോർമേഷന് വേണ്ടിയുള്ള എം.എൽ.എമാരുടെ പിന്തുണ ഉറയിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള നീക്കം നടക്കുന്നത്. തമിഴകത്തെ കക്ഷിനില ഇങ്ങനെയാണ്: ടി.വി.കെ 108, ഡി.എം.കെ 59, എ.ഡി.എം.കെ 47, കോൺഗ്രസ് 5, പി.എം.കെ 4, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2, CPI 2, VCK 2, CPM 2, BJP 1, DMDK 2, AMK എന്ന ചെറിയ കക്ഷിക്കും 1. അങ്ങനെ 234 എന്ന കക്ഷിനിലയാണ് പൊതുവിൽ. ഇതിൽ ടി.വി.കെ ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 108 എന്നതാണ്. അധികമായി വരുന്ന 10 പേരെ എങ്ങനെ കൂട്ടിച്ചേർക്കുമെന്നതാണ് ചോദ്യം. 108 എന്നതാണ് നിലവിലെ സംഖ്യ. 118 ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. കുറയ്ക്കുമ്പോൾ 10 പേരെ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം. ഈ 10 പേർ എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ 2-3 സാധ്യതകളാണ് ടി.വി.കെക്ക് മുന്നിലുള്ളത്. ഒന്ന്, DMK, ADMK ഒഴികെയുള്ള ചെറു കക്ഷികളുടെ പിന്തുണ തേടുക. ആ ചെറു കക്ഷികൾ ആരൊക്കെയാണ്? ഒന്ന്, കോൺഗ്രസിൻ്റെ സാധ്യത തേടാവുന്നതാണ്. ഇതിനകം തന്നെ കോൺഗ്രസ് ചില സൂചനകൾ പങ്കുവച്ചിട്ടുമുണ്ട്. അപ്പോൾ നിലവിലുള്ള 108-ന് പുറമെ 5 പേരെ കൂടി കൂട്ടിച്ചേർക്കാം. മറ്റ് 5 പേരെ എങ്ങനെ കണ്ടെത്തും? സാധ്യതകൾ പലതുണ്ട്. ഒരുപക്ഷെ വേണമെങ്കിൽ PNK പട്ടാളി മക്കൾ കക്ഷിയുടെ പിന്തുണ തേടാം. അങ്ങനെയെങ്കിൽ 4 അക്കം കൂട്ടിച്ചേരുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ചേരാം, 2 ഉണ്ട്. ഒപ്പം CPM-ഉം CPI-യും ഒക്കെ ചേർന്ന 4 അക്ക സംഘത്തിലേക്കും എത്തിച്ചേരാൻ കഴിയും. ഇത് കൂടിച്ചേരുമ്പോൾ തന്നെ ഏകദേശം ഭേദപ്പെട്ട ഒരു പ്രകടനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. അതായത് 108-ഉം 5-ഉം ചേരുമ്പോൾ 113 എന്ന അക്കത്തിലേക്ക് വരുന്നു. 13-ഉം 4-ഉം 17ലേക്ക് വരുന്നുണ്ട്. 17-ഉം 2-ഉം 19, 19-ഉം 4-ഉം 23. അതായത് 123 എന്ന മാന്ത്രിക സംഖ്യ എന്ന അക്കത്തിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ഇതൊരു സാധ്യതയാണ്. എന്തായാലും 118 എന്ന അക്കത്തിലേക്ക് ചേരാൻ 1, 2, 3 കക്ഷികളുടെ പിന്തുണ ചേരുമ്പോൾ തന്നെ ടി.വി.കെക്ക് സാധ്യമാകുന്ന ഒരു കാര്യമെന്ന ഒരു സാധ്യത മുന്നിലുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു പൊതുവായ അവസ്ഥ വലിയൊരു ദുർബലാവസ്ഥ, അതായത് കേവല ഭൂരിപക്ഷത്തിനും അധികമുള്ള ചെറിയ നമ്പറിലേക്ക് എത്തുന്ന ഒരവസ്ഥ, സ്ഥിരതയില്ലാത്ത ഒരു സർക്കാർ എന്നൊരു സാധ്യത, ഒരു വെല്ലുവിളി ഉണ്ടായേക്കാം. ഒരുപക്ഷേ ടി.വി.കെക്ക് ഏറ്റവും സാധ്യത ഉണ്ടാകുമായിരുന്ന ഒരു കാരണം BJP-യുടെ കക്ഷി നിലയിൽ വലിയ സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി സഖ്യം ചേരാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ നോക്കൂ, BJP-ക്ക് വെറും ഒരാളുടെ പിന്തുണ, ഒരു പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടി.വി.കെക്ക് എന്തായാലും കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ BJP-യുടെ പിന്തുണ കൊണ്ട് സാധ്യമല്ല എന്ന ഒരു പൊതുചിത്രമുണ്ട്. ഇനി ഒരു സ്ഥിരതയായ സർക്കാർ ഉണ്ടാക്കാനുള്ള മറ്റു 2 സാധ്യതകൾ നിലവിലുള്ള പ്രബല കക്ഷികളായ DMK അല്ലെങ്കിൽ ADMK-യുടെ പിന്തുണ തേടുക എന്നതാണ്. അവർ 2 പേരും കൂടെ ചേർത്താൽ സ്ഥിരതയായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ DMK-യുമായി അത് സാധ്യമല്ല. മറ്റൊന്നുമല്ല, DMK-ക്കെതിരായ വലിയ രാഷ്ട്രീയ നീക്കവും നിലവിലുള്ള സർക്കാരിനെതിരായ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് വിജയ് പുതിയ പാർട്ടിയുടെ ഫോർമേഷൻ നടത്തുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രംഗത്തെ ആ നീക്കങ്ങൾ DMK-യുമായി ചേർന്ന് പോകാൻ കഴിയില്ല. DMK പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനാണ് സാധ്യത. അപ്പോൾ ADMK എന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ ടി.വി.കെയും ADMK-യും കൂടെ ചേരുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഒരു വലിയ സംഖ്യ, ആ ഒരു പിന്തുണ ഒരുപക്ഷേ വിജയ്ക്ക് മുന്നിൽ മറ്റൊരു ചാൻസ് 2 എന്ന് നമുക്ക് വിളിക്കാം. ആ തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യതകളാണ് വിജയ്ക്ക് മുന്നിൽ, ഒരു സർക്കാർ രൂപീകരണത്തിന് മുന്നിലുള്ളത്. വിജയ് തമിഴകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടണമെങ്കിൽ ഈ സാധ്യതകൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. തമിഴകത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സാധ്യതകൾ 1, 2, 3 പോലെയുള്ള ആ സാധ്യതകൾ തേടലിലായിരിക്കും. ആദ്യം ചെറിയ കക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുമോ, അതല്ലെങ്കിൽ ADMK പോലെയുള്ള കക്ഷികളുടെ പിന്തുണയിലേക്ക് പോകുമോ? ആരും മനസ്സ് തുറക്കുന്നില്ല ഇതുവരെ. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൻ്റെ ആകാംക്ഷ മുന്നോട്ട് പോവുകയാണ്. തമിഴകത്ത് ആര് മുഖ്യമന്ത്രിയാകും? ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുക? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ നീക്കം
എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ ശ്രദ്ധയും തമിഴകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നതാണ്. എങ്ങനെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും, കാത്തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.